3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാവിലെ അംഗം തുടങ്ങി കേട്ടോ. ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് കൊച്ചിന് കൊടുത്തു വിടുന്നത്. ചോറ് കൊടുത്തു വിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. ചപ്പാത്തിയാണെങ്കിൽ എന്തെങ്കിലും 2 മുറിയെങ്കിലും കഴിക്കുമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയോ മുട്ടയോ ഏതെങ്കിലും 2 അതിൽ നിന്ന് അത്രയുമായി. പുള്ളിക്കാരിക്ക് ഇന്ന് സ്കൂളിൽ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. 3 ദിവസം അവധിയല്ലായിരുന്നോ, വീട്ടിൽ ഇരുന്ന് മടി പിടിച്ചു. പിന്നെ ഉന്തിത്തള്ളിയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. കൊച്ചിനെ കൊണ്ട് വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏമണ്ടം വിശപ്പായി. പിന്നെ പാലപ്പവും കറിയുമായിരുന്നു. അത് മണമണാന്ന് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. പാലപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുറ്റം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് മഴ ഇങ്ങെത്തി. എന്നാലും ഞാൻ മഴച്ചാറ്റൽ കൊണ്ടാണ് കേട്ടോ മുറ്റമൊക്കെ തൂത്തത്. കുറേ കാട് കയറിയിട്ടുണ്ട്, എല്ലാം ഒന്ന് വൃത്തിയാക്കണം. പോച്ചൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തൂപ്പും തുടപ്പും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചിട്ടൊന്നും ഇല്ല. കുറച്ച് ബിരിയാണിയുടെ റൈസ് ഉണ്ടായിരുന്നു. എന്നാലൊരു തട്ടിക്കൂട്ടൻ മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊന്ന് ചിന്തിച്ചു. പിന്നൊന്നും നോക്കിയില്ല, കുറ്റം പറയാൻ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു, ദേ ചോറ് ഒരു സൈഡിൽ തിളയ്ക്കുന്നുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ടയ്ക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി ഞാൻ ഒരു തട്ടിക്കൂട്ടൻ ബിരിയാണി റെഡിയാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ ബൈ, സി യു, വീണ്ടും കാണാം.